ഇന്ന് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഉപ്പുമാവിന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും ഉണ്ടാക്കിയാലോ? ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഉപ്പുമാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന് അഭിപ്രായം പറയണേ. എന്നിട്ട് വന്നിട്ട് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. നെയ്യിൽ റവ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യിൽ തന്നെ ഒന്ന് വറുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു 5-8 കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളത്തിന് പകരം നമ്മൾ പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1.25 കണക്കിനാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഉപ്പൊക്കെ പോരെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റവയുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കുറച്ച് സമയം ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും ഈ റവയൊക്കെ നന്നായിട്ട് വെള്ളത്തിലൊക്കെ കുതിർന്നിട്ട് ഇതുപോലെ കുറുകി വരും. ഇത് കുതിർന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ അത് വെച്ചേക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിറങ്ങി. ഇതിങ്ങനെ കണ്ടാൽ ഇത് അടുക്കി പിടിച്ചതാണെന്ന് തോന്നും, പക്ഷേ ഇത് അടുക്കി പിടിച്ചതല്ല കേട്ടോ. അതങ്ങനെ നമ്മൾ തട്ടിപ്പൊത്തി വെച്ചത് കൊണ്ട് അങ്ങനെ കട്ടക്കിരിക്കുന്ന അതൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് കുത്തി ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടകളൊന്നും ഇല്ലാത്ത അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.